കലാമണ്ഡലത്തിൻ്റെ സ്ഥിതിഗതികൾ മുഴുവൻ അറിയുന്ന ഒരാളെയായിരുന്നു യഥാർത്ഥത്തിൽ നിയമിക്കേണ്ടത്. ഞങ്ങളൊക്കെ ആ സമയത്ത് ഞാൻ സിൻഡിക്കേറ്റിലുണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങൾക്ക് മനസ്സിലൊരു ധാരണ ഉണ്ടായിരുന്നത് പത്മശ്രീ കലാമണ്ഡലം ഗോപിയാശാനായിരിക്കും ചാൻസലർ എന്നാണ്. യഥാർത്ഥത്തിൽ സർക്കാർ വലിയ ഒരു അവസരം നഷ്ടപ്പെടുത്തുക ചെയ്തത്. കലാമണ്ഡലം ഗോപിയെ പോലെ അന്താരാഷ്ട്ര പ്രശസ്തിയുള്ള ഒരാളെ കലാമണ്ഡലത്തിൻ്റെ ചാൻസലറാക്കുക എന്ന് പറയുന്നത് വലിയൊരു അവസരമാണ് യഥാർത്ഥത്തിൽ അന്ന് സർക്കാർ നഷ്ടപ്പെടുത്തിയത്. എന്താണ് ഈ മല്ലിക സാരാഭായിയുടെ ഒരു പ്രത്യേക യോഗ്യത എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മൃണാളിനി സാരാഭായി, വിക്രം സാരാഭായി പോലെയുള്ള ആളുകളുടെ മകൾ എന്ന രീതിയിൽ ഒരു ഭരതനാട്യം ആർട്ടിസ്റ്റ്, അതിനപ്പുറത്തൊക്കെ അവരുടെ ഒരു ഇന്ന് കേരളത്തിലെ മാധ്യമങ്ങളായാലും മറ്റ് ആഘോഷിക്കുന്ന ഒരു വലിയ ഒരു ഹൈറ്റ് മല്ലിക സാരാഭായിയുടെ മുഴുവൻ ചരിത്രവും അറിയാവുന്ന ഒരാൾ ആയതുകൊണ്ട് ഞാൻ പറയാതെ എനിക്ക് തോന്നുന്നില്ല. അവർ ഒരു ആൻറ്റി മോഡി റെട്ടോറിക്കിൻ്റെ ഒരാൾ എന്ന രീതിയിൽ, അത് ഗുജറാത്തിലൊക്കെ നടന്ന ചില അവരുടെ ദർപ്പണ അക്കാദമി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നടന്ന ചില ഇഷ്യൂസിൻ്റെ പുറത്താണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊരു വലിയ ലെഫ്റ്റ് ഒന്നുമല്ല അവർ. ഈ ഒരു തീരുമാനം വലിയ തോതിൽ കലാമണ്ഡലത്തിന് സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കില്ലേ? അത് തീർച്ചയാണല്ലോ. ഇപ്പോൾ കലാമണ്ഡലത്തിൽ ഞാൻ മനസ്സിലാക്കിയത്, കലാമണ്ഡലത്തിൽ കഴിഞ്ഞ വർഷം എടുത്തിരുന്ന ജീവനക്കാരിൽ നിന്ന് ഏകദേശം ഒരു 40% ജീവനക്കാർ ഒഴിവാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ കാരണം പറഞ്ഞത് അവർക്ക് കൊടുക്കാനുള്ള ശമ്പളമില്ല എന്നുള്ളതാണ്. ഇപ്പം എൻ്റെ വ്യക്തിപരമായിട്ടൊരു കാര്യം തന്നെ പറഞ്ഞാൽ, ഞാൻ ഒരു വർഷം മുൻപ് അവിടെ എക്സിക്യൂട്ടീവ് ബോർഡ് മെമ്പറായിട്ട് എൻ്റെ കാറിൽ അവിടെ പോയി എക്സിക്യൂട്ടീവ് മീറ്റിങ്ങുകളിൽ പങ്കെടുത്ത് എനിക്ക് തരേണ്ടതായ 40,000 രൂപ അവിടെ തരാനുണ്ട്. അപ്പം ഞാൻ ചോദിക്കുമ്പോൾ പറയുന്നത്, രജിസ്ട്രാർ പറയുന്നത് പിന്നെ ശമ്പളം കൊടുക്കാൻ വരെ പൈസ ഇല്ല, അപ്പോൾ അതുകൊണ്ട് പൈസ തരാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തിൽ ലക്ഷക്കണക്കിന് ഒരു അനാവശ്യ ചിലവ് വരുന്നു എന്ന് പറയുന്നത് എന്നെ അത്ഭുതപ്പെടുത്താം. ഈ ജീവനക്കാർക്ക് പിരിച്ചുവിടുമ്പോൾ നമ്മൾ ആലോചിക്കണം, ഒരു 2 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ 20 പേർക്ക് അവിടെ ജോലി കൊടുക്കാം. അതുപോലെ തന്നെ അവിടെ ശമ്പളം പതിവായി മുടങ്ങുന്ന ഒരു കാര്യമായിട്ട് സ്ഥിരമായിട്ട് മുടങ്ങും. അതിന് കാരണം അവിടെ ഈ നോൺ പ്ലാൻ ഫണ്ട് എന്ന് പറയുന്നത് ശമ്പളം കൊടുക്കുന്നതിന് വേണ്ടി അനുവദിക്കുന്ന ഫണ്ടാണ്. ആ ഫണ്ട് കൂട്ടിത്തരാൻ സാധ്യമല്ല എന്ന് സർക്കാർ പറയുന്നുണ്ട്. അങ്ങനെ കൂട്ടിത്തരാൻ തയ്യാറല്ല എന്ന് പറഞ്ഞൊരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ശമ്പള ഇനത്തിൽ 2 ലക്ഷം രൂപ കൊടുക്കുന്നത്? അപ്പോൾ ആ നോൺ പ്ലാൻ ഫണ്ടിൽ നിന്ന് ഈ 2 ലക്ഷം കൂടെ മാസം കൊടുക്കേണ്ടി വരിക. അപ്പോൾ അവിടുത്തെ ജീവനക്കാർ, ആ കലാമണ്ഡലത്തിൽ പഠിച്ച ഏകദേശം 40ഓളം അധ്യാപകരെ ഇത്തവണ എടുക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ പാവപ്പെട്ട ജീവനക്കാർ, പാവപ്പെട്ട കലാകാരന്മാർ കഞ്ഞി കുടിച്ച് കഴിയേണ്ട പണമാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ളൊരു സെലിബ്രിറ്റിക്ക് വേണ്ടി സർക്കാർ ചിലവാക്കേണ്ടി വരും. തീർച്ചയായും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു തെറ്റാണ്. മുന്നാലോചന ഇല്ലാതെ ഒരു തീരുമാനമായിട്ടാണ് എനിക്കതിനെ തോന്നുന്നത്.